ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന പാട്ട് എനിക്ക് വീടില്ല, കൂടില്ല, ബന്ധുക്കളില്ല, കൂട്ടുകാരില്ല എന്നൊക്കെ കേട്ടുകൊണ്ടിരുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എന്നിലെ ഞാനല്ല, ഞാൻ എന്നിലെ താൻ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് അത് പാടുന്നത്. പക്ഷേ പാടുന്നത് അങ്ങനെ ആ അർത്ഥത്തിലല്ല പാടുന്നത്. എനിക്ക് നീ മാത്രമേ ഉള്ളൂ, കൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്ന അർത്ഥത്തിലാണ് ആ പാട്ട് പാടുന്നത്. ജ്ഞാനമാർഗത്തിലേക്ക് നീങ്ങുമ്പോൾ ഞാൻ എന്നിലെ ഞാനല്ല. അതാണ് നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലെ ഞാനല്ല, ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ശുദ്ധ സ്വരൂപം. അതാണ് കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞത്. എന്താ? ദേഹാദിത്രയം. ദേഹത്രയമിതം ഭാതി യസ്മിൻ ബ്രഹ്മണി സത്യവത് തദേവാഹം പരബ്രഹ്മ ദേഹത്രയ വിലക്ഷണ. ആ ദേഹത്രയ വിലക്ഷണം, സ്ഥൂല സൂക്ഷ്മ കാരണ ദേഹങ്ങൾക്ക് അന്യമായിട്ടുള്ള ആ ശുദ്ധ സ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ബോധനിലയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റണം. മരണത്തിന് മുൻപ് ഇവിടെ അടുത്ത ദിവസം ഒരു മരണം നടന്നു. എല്ലാവരും നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കും ഇല്ലേ? പേരെന്തുവാണ്? സിനി. ഇലക്ഷനൊക്കെ മത്സരിച്ച ആ സിനി എന്താ റിസൾട്ട് അറിഞ്ഞ നിമിഷം ആ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞു. ആ പിരിയുന്ന സമയത്ത് ആ പിരിയുന്ന ജീവൻ ഇനി അടുത്ത ശരീരത്തിലേക്ക്, അടുത്ത ജന്മത്തിലേക്ക് ഉള്ള യാത്രയാണ്. അടുത്ത ശരീരത്തിലേക്ക് പോകാതിരിക്കത്തക്കവണ്ണമുള്ള നിലയിലേക്ക് ഉള്ള അറിവ് അവർ നേടിയിട്ടില്ല. നിങ്ങൾ ഇവിടെ ഇപ്പോൾ ആ അറിവ് നേടുന്നു. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന എന്നിലെ സ്ഥൂലദേഹത്തെയും സൂക്ഷ്മദേഹത്തെയും കാരണശരീരത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതൊരു വസ്തുവാണോ ഉള്ളതായിട്ടുള്ളത് അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ താൻ എന്ന് ബോധിച്ച് അറിഞ്ഞ് ആ അറിവ് നിലയിലേക്ക് ആരാണോ തൻ്റെ ശ്രദ്ധയെ മാറ്റുന്നത്, ആ ശ്രദ്ധയിൽ ആരാണോ ഉറപ്പ് നേടുന്നത്, മരണസമയത്ത് ആ ഭാവം ആരിലാണോ ഉള്ളതായിട്ടുള്ളത് അയാൾക്ക് പുനർജന്മമില്ല. മറ്റൊരു ജന്മത്തിലേക്ക് പോകേണ്ടി വരുന്നില്ല. എന്തിനാ മറ്റൊരു ജന്മത്തിലേക്ക് പോകേണ്ടി വരുന്നത്? ഇതപര്യന്തം എത്രയോ ജന്മങ്ങളിൽ മനുഷ്യ ശരീരത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിച്ച് ആ ശരീരത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഓരോരോ ശരീരങ്ങളിൽ കൂടി നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ജന്മത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അടുത്തത് മനുഷ്യ ശരീരം തന്നെ കിട്ടും എന്ന് ഒന്നും ഉറപ്പില്ല. ആരുടെ കർമ്മങ്ങളാണോ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും സമഭാവത്തിൽ നിൽക്കുന്നത് അവർക്ക് ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മനുഷ്യ ശരീരത്തിലേക്ക് തന്നെ പ്രവേശം കിട്ടും. പക്ഷേ സാധാരണ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരമനുസരിച്ച് സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും തൂക്കി നോക്കിയാൽ ദുഷ്കർമ്മങ്ങളായിരിക്കും കൂടുതൽ. ആ ദുഷ്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഓരോരോ ശരീരത്തിൽ കൂടിയും നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലല്ലാതെ പട്ടിയായിട്ടും പൂച്ചയായിട്ടും കൃമിയായിട്ടും കീടമായിട്ടും ആനയായിട്ടും പൂനയായിട്ടും ഒക്കെ നമ്മൾ ഇങ്ങനെ നിരവധി ശരീരങ്ങളിൽ കൂടി മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഇനി സഞ്ചിത കർമ്മം എന്ന് പറയുന്ന ഒരു ഭാണ്ഡം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഇതപര്യന്തം ഏതെല്ലാം ശരീരങ്ങളിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ടോ ആ ശരീരങ്ങളിൽ വെച്ച് ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ഫലം അനുഭവിക്കാനുള്ളത്, അനുഭവിച്ചിട്ടില്ലാത്തത്, അതും ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അതിൽ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള സൽക്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ഒരു ചെക്ക് എഴുതി പാസ്സാക്കി വിട്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ജനനം മുതൽ മരണം വരെ. ഇതിനിടയ്ക്ക് ഏതൊരാളിനാണോ സാക്ഷാത്കാരം നേടാൻ സാധിക്കുന്നത്, എന്താ സാക്ഷാത്കാരം? ആത്മസാക്ഷാത്കാരം. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഇതപര്യന്തം ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം, സൽക്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാൻ ഭാവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് ഏതൊരു ചൈതന്യമാണോ ഉള്ളത്, ഏതൊരു സത്യസ്വരൂപമാണോ ഉള്ളത്, അത് എന്നിൽ മാത്രമല്ല എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്നു. അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ പട്ടിയെന്നോ പൂച്ചയെന്നോ ഒരു വ്യത്യാസവുമില്ല. സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്നു. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ആ പരമേശ്വരനാണ്, ആ പരമേശ്വര ചൈതന്യമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധ ഉണർന്ന് നിരന്തര വിചാരത്തിലാണോ ആരിലാണോ ആ ഭാവം ബലമായിട്ട് സദാ മനനത്തിലൂടെ നിലനിന്ന് ബലപ്പെടുന്നത്, അവർ മരിക്കുന്ന അവസരത്തിൽ പുതിയ ശരീരങ്ങളിലേക്ക് മാറുന്നില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിലെ താനിലേക്ക് യോജിപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് യോജിപ്പിച്ചത്? നിരന്തര വിചാരത്തിലൂടെ. ആ നിരന്തര വിചാരം നടത്തുന്ന അവസരത്തിൽ ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട, കുടുംബം കളയണ്ട, ഉദ്യോഗം കളയണ്ട, ബി വിത്ത് എവ്രിതിങ്, എല്ലാം അനുഭവിച്ചുകൊണ്ട് ഒന്നിൽ നിന്നും ഒഴിയാതെ ഈ ഭാവം ആരാണോ നിരന്തര വിചാരത്തിലൂടെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഉദ്യോഗത്തിലേക്ക് പോകുന്ന അവസരത്തിലായാലും ശരി, ഉദ്യോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലായാലും ശരി, വീട്ടിലെ ഗൃഹവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവനായാലും ശരി, ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും, കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും, മറ്റ് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ ശ്രദ്ധ ആരിലാണോ സദാ നമുക്കുള്ള ശ്രദ്ധയിൽ 50% ഇതിലേക്ക് മാറ്റിവെക്കുക. അങ്ങനെ അത് നിരന്തരമായിട്ട് ശക്തി പ്രാപിച്ച് ബലം കൂടി ഈട്ടിത്തടിയുടെ ഉള്ളിലെ കറുപ്പ് വർദ്ധിക്കുന്നത് പോലെ നിരന്തര വിചാരത്തിലൂടെ ആരാണോ അതിൽ സ്ഥിരത നേടുന്നത്, അതാണ് ആത്മസാക്ഷാത്കാരം. അത് താടിയിട്ട് വെച്ചുകൊണ്ട് നടന്നാലൊന്നും കിട്ടുകയില്ല, കാഷായ വിട്ടുകൊണ്ട് നടന്നാലൊന്നും കിട്ടുകയില്ല, രുദ്രാക്ഷമിട്ടാലൊന്നും കിട്ടുകയില്ല, അമ്പലത്തിൽ പോയാലൊന്നും കിട്ടുകയില്ല. ഏതൊരാളിലാണോ ഈ വിചാരം, അത് ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസൽമാനായാലും ശരി, ഈ വിചാരം ആരിലാണോ ശ്രദ്ധയോടുകൂടി ബലപ്പെട്ട് അതുമായിട്ട് തൻ്റെ ശ്രദ്ധ യോജിക്കുന്നത്, തന്നിലുള്ള അതുമായിട്ട്, തത് ത്വമസി, അതാണ് നീ. സാമവേദം, ഛാന്തോഗ്യോപനിഷത്ത്, തത് ത്വമസി, അതെവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. നീ ഏത് സാഹചര്യത്തിൽ കഴിയുന്നവനായാലും ശരി, പണക്കാരനായാലും ശരി, പാവപ്പെട്ടവനായാലും ശരി, ഏത് ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല. വെദർ യു ആർ എ ഹിന്ദു, ആർ എ ക്രിസ്ത്യൻ, ആർ എ മുസൽമാൻ, ആരായാലും ശരി, മനുഷ്യ ശരീരത്തിലാണോ? എന്താ മനുഷ്യ ശരീരത്തിലെ പ്രത്യേകത? തിരിച്ചറിവ്. എന്താ തിരിച്ചറിയുന്നത്? ഞാൻ ഈ നാമരൂപധാരിയായ ശരീരാഭിമാനിയല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ ദേഹ്യഭിമാനി.
ദേഹത്തിനകത്തിരിക്കുന്ന ദേഹി നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത. ദേഹി ഒരു തരത്തിലും നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ഒന്നുകൊണ്ടും അത് നശിപ്പിക്കാൻ കഴിയുകയില്ല. അത് കത്തിപ്പോവുകയില്ല, വെള്ളത്തിൽ ദ്രവിച്ചു പോവുകയില്ല, ഉണങ്ങിപ്പോവുകയില്ല, ഒരിക്കലും അതിന് നാശം സംഭവിക്കില്ല. ഏത്? തന്നിലെ താൻ. ആ തന്നിലെ താനിലേക്ക് ഏതൊരാളാണോ ഈ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ ശ്രദ്ധയെ മാറ്റി ഉദ്ധരിപ്പിക്കുന്നത്, തന്നെ ഉദ്ധരിപ്പിക്കുന്നത്, ദിസ് ഈസ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും ഒക്കെ ബോധിപ്പിച്ചു കൊടുക്കുക, അറിയിപ്പിച്ചു കൊടുക്കുക. അതിന് ഉള്ള യോഗ്യത ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. കാരണം എന്താ? നിങ്ങൾ നിരന്തരമായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുന്നു. അതിലെത്രമാത്രം ശ്രദ്ധ ഉറച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പനാ കാര്യം, നിങ്ങളുടെ കാര്യം. നിങ്ങളതിൽ ശ്രദ്ധാലുവാണെങ്കിൽ ആ ശ്രദ്ധ ഉറച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് ബോധിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത്, ശരീരത്രയം ദേഹത്രയമിതം ഭാതി യസ്മിൻ ബ്രഹ്മണി സത്യവത്. ഏതൊരു ബ്രഹ്മത്തിലാണോ ഈ ദേഹത്രയം, നമ്മുടെ സ്ഥൂലദേഹം, സൂക്ഷ്മ ശരീരം, കാരണശരീരം, അതൊക്കെ പ്രകാശിക്കുന്നത് ഏതൊരു വസ്തുവിൽ, ആ ഉള്ള വസ്തുവിൽ, ആ ഉണ്മയിൽ, ആ സത്യവസ്തുവിൽ, തന്നിലെ താനിൽ. ഞാനിൻ്റെ വിഭാഗങ്ങളാണ് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. അതൊക്കെ ഞാനിലെ ഭാവങ്ങളാണ്. ഈ ഞാനിലെ ഈ ശരീരഭാവങ്ങളൊക്കെ ഏതിലാണോ ഉള്ളതുപോലെ കാണപ്പെടുന്നത്? ഏതിൽ? തന്നിലെ താനിൽ, തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ. തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് പറയുന്നത് തന്നെയാണ് അവൻ്റെയും യഥാർത്ഥ സ്വരൂപം, അവളുടെയും യഥാർത്ഥ സ്വരൂപം, ഹിന്ദുവിൻ്റെയും യഥാർത്ഥ സ്വരൂപം, ക്രിസ്ത്യാനിയുടെയും യഥാർത്ഥ സ്വരൂപം, മുസൽമാൻ്റെയും യഥാർത്ഥ സ്വരൂപം, പട്ടിയുടെയും യഥാർത്ഥ സ്വരൂപം, സർവചരാചരങ്ങളുടെയും യഥാർത്ഥ സ്വരൂപം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. വിനശ്യൽസു, നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന അവിനശ്യൽസു, അവിനാശിയായ ആ വസ്തുവിനെ ആരാണോ തിരിച്ചറിഞ്ഞ് ബോധിച്ച് സ്വയം ഡിക്ലെയർ ചെയ്യുന്നത്, യെസ് ഐ എം ദാറ്റ്, എന്നിലെ അതാണ് ഞാൻ, ഐ എം ദാറ്റ്. നിങ്ങൾ ഓരോരുത്തരും സ്വയം പ്രഖ്യാപിച്ച് ഈ ശരീരത്തിൽ അതായിട്ടിരിക്കണം. അതിനു വേണ്ടിയാണ് ഈ ജന്മം. അത് നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വയം പറയാം, ഈ ജന്മം സഫലമായി. സഫലം ഈ ജന്മം. മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം വിട്ടുകളയുക. കടമുണ്ടെന്നോ പ്രാരബ്ധമുണ്ടെന്നോ കഷ്ടപ്പാടുണ്ടെന്നോ അതൊക്കെ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രാരബ്ധത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഇനി ജന്മമില്ലാത്ത മോക്ഷാവസ്ഥയിലേക്ക് പറന്നുയരാനുള്ള അവസരമാണ് സത്സംഗത്തിലൂടെ കിട്ടുന്നത്. സത്സംഗത്തിലൂടെയാണ് അതറിയുന്നത്, ആ അറിവ്. അതുകൊണ്ടാണ് സത്സംഗത്തിന് ഇത്ര പ്രാധാന്യം, അല്ലേ? ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം. നിശ്ചലതത്വം എന്താ? നിശ്ചലതത്വം സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ചൈതന്യം ഓരോരുത്തരിലും നിശ്ചലമായിരിക്കുന്നു. എന്തുകൊണ്ട് നിശ്ചലമായിരിക്കുന്നു? എങ്ങും നിറഞ്ഞ് ഇരിക്കുന്നു. ഇനി അതിന് ചലിക്കാൻ സ്ഥലമില്ല. ഇവിടെ മാത്രമല്ല, ചൊവ്വായിലായാലും ശരി, ബുധനിലായാലും ശരി, വ്യാഴത്തിലായാലും ശരി, വെള്ളിയിലായാലും ശരി, ഞായറിലായാലും ശരി, എവിടെയാണെങ്കിലും ശരി, എവിടെയൊക്കെ ജീവജാലങ്ങളുണ്ടോ അവിടെയെല്ലാം അതുകളെയെല്ലാം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം നിശ്ചലം. ഇനി ചലിക്കാൻ സ്ഥലമില്ല. കാരണം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്, എങ്ങും നിറഞ്ഞു നിൽക്കുകയാണ്. സർവവ്യാപി തു സനാതന.
എങ്ങുമുള്ളത്, എന്നുമുള്ളത്, എപ്പോഴുമുള്ളത് ശുദ്ധസ്വരൂപം. അതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും അതിനെ കാണാതെ കാണണം. തന്നിലിരിക്കുന്ന അതിനെ കാണാതെ കാണണം. എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അത് വൈദ്യുതിയെ കാണാതെ കാണും പോലെ. ബൾബ് കത്തുന്നു, ട്യൂബ് കത്തുന്നു, അതിനകത്തിരിക്കുന്ന വൈദ്യുതിയെ കാണുന്നില്ല. പക്ഷേ ആ വൈദ്യുതിയെ നിങ്ങൾ കാണാതെ കാണുന്നു. ഉണ്ട്, വൈദ്യുതി ഉണ്ട്. എന്തുകൊണ്ട്? ബൾബ് കത്തുന്നു. ഉപാധിയിലൂടെ അത് ഉണ്ടെന്ന് നാം അറിയുന്നു. അതാണ് അറിവ്. ആ അറിവിലൂടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ സത്യത്തെ ഏതൊരാളാണോ തിരിച്ചറിഞ്ഞത്. 82-ാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുക. 81-ാമത്തെ മന്ത്രം നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തു. ദേഹത്രയം ഇദം ഭാതി യസ്മിൻ ബ്രഹ്മണി സത്യവത്. 82-ാമത്തെ മന്ത്രത്തിൽ ജാഗ്രതാദിത്രയം യസ്മിൻ പ്രത്യേകാത്മനി സത്യവത്. ജാഗ്രതാദിത്രയം, നേരത്തെ പറഞ്ഞത് ദേഹത്രയം, ഇപ്പം ജാഗ്രതാദിത്രയം, ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ ഒക്കെ നിങ്ങളിലുള്ളത്, നിങ്ങൾ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജാഗ്രത അവസ്ഥയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. രാത്രി ഉറക്കത്തിലേക്ക് നീങ്ങുമ്പോൾ സ്വപ്നാവസ്ഥയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഗാഠനിദ്രയിലാകുമ്പോൾ സുഷുപ്തി അവസ്ഥയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ 3 അവസ്ഥകളും എവിടെയാണ് പ്രകാശിക്കുന്നത്? ഓരോരുത്തരിലും ഉള്ള ആ ഉണ്മയിൽ, ആ സത്യവസ്തുവിൽ, തന്നിലെ താനിൽ. ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും ഒക്കെ എവിടെയാണുള്ളത്? തന്നിലെ ഞാനിൽ. ആ ഞാനെന്ന് പറയുന്നത് ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഉള്ളതായിട്ടുള്ളത് തന്നിലെ താൻ. തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞ് സദാസമയവും ഏതൊരാളിൻ്റെ ശ്രദ്ധയാണോ തന്നിലെ താനിൽ നിരന്തര വിചാരത്തോടു കൂടിയിരിക്കുന്നത്, ശിവം, മംഗളസ്വരൂപം, ശിവോഹം 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 എന്ന മന്ത്രം പറയുമ്പോൾ ആ ശിവം, ആ മംഗളസ്വരൂപം, ആ സാക്ഷിസ്വരൂപം ഏതൊരു സാക്ഷി സ്വരൂപത്തിലാണോ ഈ ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും ഉള്ളതുപോലെ കാണപ്പെടുന്നത്, ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണശരീരവും ഏതൊരു സത്യവസ്തുവിലാണോ ഉള്ളതുപോലെ കാണപ്പെടുന്നത്, ആ സത്യവസ്തുവാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ അതിൽ ഉറപ്പിക്കുന്നത്, ഓ ഐ ആം ദാറ്റ്, ആ സത്യവസ്തുവാണ് ഞാൻ എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ ആരാണോ സദാ ജീവിക്കുന്നത് അയാൾക്ക് അതിൽ ഉറപ്പ് നേടുന്നത്. അയാൾ മരിക്കുന്ന അവസരത്തിൽ എന്താ സംഭവിക്കുന്നത്? ആ ഉറച്ച നിലയിലായിരിക്കും അയാളുടെ ശ്രദ്ധ, വ്യതിചലിക്കുന്നില്ല. മരണസമയത്ത് ആ ശ്രദ്ധ വ്യതിചലിക്കാതിരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിന് വളമിടണം, വെള്ളം കോരണം, അല്ലേ? എങ്ങനെയാണ് വളമിടുന്നത്? നിരന്തര വിചാരം. അതാണ് ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. ദാ പൂർണ്ണബോധം, ഐ ആം നോട്ട് ദിസ്, ഐ ആം ദാറ്റ്. ഇതിനകത്തിരിക്കുന്ന അതാണ് ഞാൻ എന്ന ബോധനിലയിലേക്ക് ആരുടെ ശ്രദ്ധയാണോ നിരന്തര വിചാരത്തിലൂടെ ഉയർന്നുയർന്ന് അതിൽ ഉറപ്പ് നേടുന്നത്, അയാളുടെ ജീവൻ പ്രാരബ്ധം തീരുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞാൽ പിന്നെ അയാൾക്ക് പുനർജന്മമില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾ തൻ്റെ ശ്രദ്ധയെ തന്നിലെ സത്യവസ്തുവിലേക്ക് യോജിപ്പിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് കാൾഡ് യോഗ.
നമ്മൾ യോഗ യോഗ എന്നൊക്കെ ഇഷ്ടം പോലെ പറയുന്നുണ്ട് അല്ലേ? വർഷത്തിലൊരിക്കൽ ഇപ്പോൾ യോഗാ ദിനം ആചരിക്കുന്നുണ്ട്. അന്ന് നമ്മൾ കുറേ എക്സസൈസുകളൊക്കെ കാണിക്കുന്നു. അതല്ല യോഗ. അതൊക്കെ ശാരീരികമായ എക്സസൈസുകൾ. യോഗ എന്ന് പറയുന്നത് ഈ കേട്ടതാണ്. ഇതാണ് യോഗ. ഏതൊന്നുമായിട്ടാണോ തൻ്റെ ശ്രദ്ധയെ യോജിപ്പിക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ ഏതൊരാളാണോ ആ വസ്തുവുമായിട്ട് തൻ്റെ ശ്രദ്ധയെ യോജിപ്പിച്ച് ആത്മമയമായിട്ട് ഈ ശരീരത്തിൽ പ്രകാശിക്കുന്നത്, ആത്മമയം. ഇപ്പോൾ ഏതു മയമായിട്ടാണ് നമ്മൾ കഴിയുന്നത്? ഇതുമയമായിട്ട്. ഇതം മയം. ഇത് ഞാനാണ്. ഏത്? ഈ ശരീരം. ശരീരാഭിമാനിയായിട്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ആ ശരീരാഭിമാനത്തിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ വിടർത്തണം. എങ്ങനെ? പഞ്ചദശിയിൽ വിദ്യാരണ്യ സ്വാമികൾ പറയുന്നത് പോലെ യഥാ മുഞ്ചാദിഷീകൈവം, മുഞ്ചപ്പുല്ലിൽ നിന്ന് അതിൻ്റെ നാമ്പിനെ വിടർത്തിയെടുക്കുന്നത് പോലെ ലഘുപ്രയത്നം ഉപയോഗിച്ചു വളരെ പെട്ടെന്ന് ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്രയാധീരൈ പരം ബ്രഹ്മൈവ ജായതേ. ഈ 3 ശരീരങ്ങളിൽ നിന്നും, അതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്, ജാഗ്രതാദിത്രയം യസ്മിൻ. ഇത് അവസ്ഥകൾ. നേരത്തെ പറഞ്ഞത് ശരീരങ്ങൾ. ആ ശരീരത്തിൽ ഉള്ള അവസ്ഥ, ആ ശരീരാഭിമാനി, ഈ ബോധസ്വരൂപം, ആ ശരീരത്തിലെ ജാഗ്രത അവസ്ഥയിലെ അനുഭവസ്ഥൻ. അതാണ് ജാഗ്രത അവസ്ഥയിലെ അനുഭവസ്ഥൻ. അതെല്ലാം എവിടെയാണ് ഉണ്ടാകുന്നത്? ജാഗ്രതാദിത്രയം യസ്മിൻ പ്രത്യേകാത്മനി സത്യവത്. പ്രത്യേകാത്മാവ്. പ്രത്യേകാത്മാവെന്ന് പറഞ്ഞാൽ അന്തരാത്മാവ്. അന്തരാത്മാവെന്ന് പറഞ്ഞാൽ ഏതാണ്? തന്നിലെ താൻ, തൻ്റെ യഥാർത്ഥ സ്വരൂപം. ഓരോരുത്തരുടെയും ശരീരത്തിനകത്തിരിക്കുന്നത് കൊണ്ടാണ് അതിനെ പ്രത്യേക് എന്ന് ചേർത്തിരിക്കുന്നത്. പ്രത്യേകാത്മാവ്. പ്രത്യേകം ശരീരത്തിനകത്തിരിക്കുന്ന ആത്മചൈതന്യം പ്രത്യേകാത്മാവ്. ഈ ജാഗ്രതാദിത്രയം, ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ, ഈ 3 അവസ്ഥകളും ഏതൊരാളിൻ്റെ ആത്മാവിലാണോ ഉള്ളതുപോലെ കാണപ്പെടുന്നത്, സ ഏവാഹം, അതാണ്. ഏതൊരു ബോധത്തിലാണോ ബോധത്തിലാണ് അത് കാണപ്പെടുന്നത്. ബോധം. ആത്മാവിൻ്റെ മറ്റൊരു പേരാണ് അവിടെ ബോധം എന്ന് കൊടുത്തിരിക്കുന്നത്, ആത്മചൈതന്യം. ഏതൊരു ബോധത്തിലാണോ ഈ 3 അവസ്ഥകളും ഉള്ളതുപോലെ കാണപ്പെടുന്നത്, ആ വസ്തു ഏതൊരു ബോധത്തിലാണോ ഉള്ളതുപോലെ കാണപ്പെടുന്നത്, ആ ബോധസ്വരൂപമാണ്, ആ ബോധസ്വരൂപനാണ് ഞാൻ. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ. അഹമാത്മാ, ഞാൻ കൃഷ്ണനാണെന്നല്ല പറയുന്നത്, അഹമാത്മാ. നിങ്ങൾക്കും പറയാം അഹമാത്മാ. ഈ അറിവ് നിലയിലേക്ക് നിങ്ങൾക്ക് ഉണരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാം അഹമാത്മാ ഗുഡാകേശ. അഹമാത്മാ പ്രിയപുത്ര, പ്രിയ സോദരി, പ്രിയമാതാവേ, അഹമാത്മാ. അതുപോലെ നീയും ആത്മാവാണ്. ആ ആത്മചൈതന്യത്തെക്കുറിച്ച് ബോധവാനായി ഞാൻ അതാണ് എന്ന് ബോധിച്ച് സദാസമയവും ആ ഭാവം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് ശിവോഹം. ശിവോഹം, ശിവം, ആ മംഗളസ്വരൂപം. ഈ ചിന്ത സദാ നമ്മുടെ ഉള്ളിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് ഈ മന്ത്രം. ശിവോഹം, ശിവോഹം, ശിവോഹം. ഒരാൾ എഴുതി ചോദിച്ചിരുന്നു, സ്വാമി, ഞാൻ നാരായണ നാമമാണ് മന്ത്രമായിട്ട് വച്ചിരിക്കുന്നത്, ശിവോഹം ശിവോഹം എന്ന് പറയുന്നതിന് പകരം നാരായണോഹം നാരായണോഹം എന്ന് പറഞ്ഞാൽ മതിയോ? മതി. പക്ഷേ നാരായണോഹം എന്ന് പറയുമ്പോൾ
ആ നാരായണനാണ് തന്നിലെ താൻ എന്ന ബോധനില നിങ്ങൾക്കുണ്ടായിരിക്കണം. ശിവോഹം എന്ന് പറയുമ്പോൾ ഞാൻ ആ ശിവം, ആ മംഗളസ്വരൂപം ആണ് എന്ന ബോധനില നിങ്ങളിലുണ്ടായിരിക്കണം. സഹ അഹം, അവൻ ആണ് ഞാൻ, അത് ആണ് ഞാൻ എന്ന ബോധം ഉണ്ടായിരിക്കണം. അത് എന്ന് പറയുമ്പോൾ എന്നിലെ താൻ, അവൻ എന്ന് പറയുമ്പോൾ എന്നിലെ താൻ. തത്വമസി. അപ്പോൾ ഈ ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും ഏതൊരു പ്രത്യേകാത്മാവിലാണോ ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിങ്ങനെ സ്വപ്ന സമാനം ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നും ശാശ്വത വസ്തുവല്ല. ഏതൊന്നിലാണോ ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ശാശ്വത വസ്തു. അത് ഉണ്ടായതല്ല, എപ്പോഴും ഉള്ളതായിട്ടുള്ള വസ്തുവാണ്, സദ്വസ്തുവാണ്. അതുകൊണ്ടാണ് അതിനെ സനാതനം എന്ന് പറയുന്നത്. എന്നും ഉള്ളത്, എപ്പോഴും ഉള്ളത്, എപ്പോഴും ഉള്ള ഉണ്മ. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ഏതൊരാളാണോ സദാസമയവും സോഹം 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 സഹ അഹം, അത് ഞാനാണ്, അത് എന്ന് പറയുമ്പോൾ ഈ ഭാവന നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഏതാ ഭാവന? ഏതൊരു അവസ്ഥാത്രയങ്ങളാണോ എന്നിൽ ഉള്ളതുപോലെ കാണപ്പെടുന്നത്, എവിടെയാണോ ഉള്ളതുപോലെ കാണപ്പെടുന്നത്, ഏതിലാണോ ഉള്ളതുപോലെ കാണപ്പെടുന്നത്, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, അതാണ് എന്നിലെ താൻ. ഐ എം ദാറ്റ്, അതാണ് ഞാൻ. ഈ ദേഹത്രയങ്ങളെല്ലാം ഏതൊരു സത്യവസ്തുവിലാണോ ഉള്ളതുപോലെ കാണപ്പെടുന്നത്, അതാണ് ഞാൻ. ഈ ഉള്ളതുപോലെ കാണപ്പെടുന്ന ദേഹത്രയങ്ങൾ ഒന്നും ഉള്ളതേ അല്ല, അതെല്ലാം ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഈ അവസ്ഥാത്രയങ്ങളെല്ലാം ഏതൊരു സത്യവസ്തുവിലാണോ ഉള്ളതുപോലെ കാണപ്പെടുന്നത്, ആ സത്യവസ്തു മാത്രമാണ് സത്യമായിട്ടുള്ളത്. ഉള്ളതുപോലെ കാണപ്പെടുന്നതൊന്നും ഉള്ളതേയല്ല. പക്ഷേ നമ്മൾ ഉള്ളതുപോലെ കാണപ്പെടുന്നതുകൾ സത്യമാണെന്ന് കരുതി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. സമയമില്ല, ഏത് നിമിഷവും ഈ ശരീരത്തിൽ നിന്ന് വിട പറയേണ്ടി വരും. നമ്മുടെ സിനിയമ്മ ഇലക്ഷൻ റിസൾട്ട് അറിഞ്ഞ ഉടനെ തന്നെ പോകേണ്ടി വന്നു, തീർന്നു. അവിടെ പിന്നെ യാത്ര ചോദിക്കലോ ഭർത്താവിനെ കാണലോ മക്കളെ കാണലോ ഒന്നുമില്ല. തീരുന്ന സമയത്ത് എണ്ണ തീരുമ്പോൾ ദീപം കെടുന്നത് പോലെ പ്രാരബ്ധം അനുവദിച്ചിരിക്കുന്ന സമയം തീരുമ്പോൾ നിന്ന നിൽപ്പിന് താഴെ വീഴും. അതിനു മുൻപ് ഈ അറിവിലേക്ക് ഉണർന്ന് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ ബലപ്പെടുത്തിയിട്ടുള്ളത്, ഏതിൽ? തന്നിലെ താനിൽ, ആ എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ഏകമായ വസ്തുവിൽ, ആ ഈശ്വര സ്വരൂപത്തിൽ, ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ, സർവഭൂതാന്തരാത്മാ. അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ പട്ടിയെന്നോ പൂച്ചയെന്നോ അറേബ്യക്കാരനെന്നോ റഷ്യക്കാരനെന്നോ ചൈനക്കാരനെന്നോ ഒരു വ്യത്യാസവുമില്ല. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിനെ ആരാണോ നിരന്തര വിചാരത്തിലൂടെ ബലപ്പെടുത്തി ആത്മമയമായിട്ട് ഈ ശരീരത്തിൽ ആരാണോ വാഴുന്നത്, അവന് പുനർജന്മമില്ല. ദാറ്റ് ഈസ് സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം. അതിന് നിങ്ങൾ ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട, ഉദ്യോഗം കളയണ്ട. ബി വിത്ത് ദ വേൾഡ്. എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും
തൻ്റെ ജീവിതത്തിലെ പകുതി സമയം ഈ വിചാരത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ, മാറ്റിവെക്കുമെങ്കിൽ, അതിൽ ഉറപ്പ് നേടുമെങ്കിൽ ഇനി ജന്മമില്ലാത്ത മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നത് ഇനി ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണമെങ്കിൽ മരണമില്ലാത്ത വസ്തു ഏതാണെന്നറിഞ്ഞ് അതുമായിട്ട് നിങ്ങൾ യോജിക്കണം. ഒന്നും കള്ളം പറയുന്നതല്ല. മരണമില്ലാത്ത വസ്തു ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് തന്നിലെ താൻ, അത് മരണമില്ലാത്ത വസ്തു. ഞാൻ അതാണ് എന്ന് ബോധിച്ച് സ്വയം പ്രഖ്യാപിച്ച് ഇനി അതിൽ നിന്ന് മാറ്റമേ ഇല്ല എന്ന് ഒറ്റ തീരുമാനമെടുത്താൽ മതി. എന്നും കടന്ന് ചോകം എന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഒറ്റ തീരുമാനം, ഇനി മുതൽ ഞാൻ അതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കാൻ അവരെയാണ് ധീരന്മാർ എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്ന് മാറ്റമില്ല. ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇല്ലേ. വെളിയിൽ നിന്ന് അച്ഛനെ ഒരു കുട്ടിയെ ദത്തെടുത്തുകൊണ്ട് പോയി. ആ കുട്ടി വിദേശത്ത് വളർന്ന് വലിയ ആളായി, വലിയ സാമ്പത്തിക ശേഷിയൊക്കെ നേടിക്കഴിഞ്ഞതിന് ശേഷം തൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായി. തിരിച്ച് എവിടുന്നാണോ തന്നെ ദത്തെടുത്തത് അവിടെ വന്ന് അന്വേഷിച്ച് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് വന്നപ്പോൾ ഒരു കടക്കാരൻ പറഞ്ഞു, അച്ഛൻ ഇവിടെ വരും, നാളെ വൈകുന്നേരം വന്നാൽ കാണിച്ചു തരാം. അപ്പോൾ അയാൾ പിറ്റേ ദിവസം വൈകുന്നേരം വന്നപ്പോൾ അടിച്ച് ഫിറ്റായിട്ട് ഡാൻസും കളിച്ച് റോഡിൽ കൂടെ നടന്നു വരുന്നു. ഇതാണ് നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നാളെയും കാണണം എന്നാഗ്രഹമുണ്ടാകുമോ? നാളെ വന്നാൽ കാണിച്ചു തരുമോ എന്ന് ചോദിക്കുമോ? ഇല്ല. കണ്ടു, മനസ്സിലായി, തൻ്റെ അച്ഛൻ ഇതാണ്, തൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് രണ്ടാമതൊരു പ്രാവശ്യം കാണണം എന്നാഗ്രഹിക്കാത്തതുപോലെ തൻ്റെ യഥാർത്ഥ സ്വരൂപം ഇതാണ് എന്ന് ബോധിച്ച്, ആ മരണമില്ലാത്ത ശുദ്ധ സ്വരൂപമാണ് എന്ന് ബോധിച്ച് ഏതൊരാളാണോ അതുമായിട്ട് യോജിക്കുന്നത് അയാൾ പിന്നെ മറ്റൊന്നുമായിട്ടും യോജിക്കാൻ ആഗ്രഹിക്കുകയില്ല. മരണമില്ലാത്ത ആ വസ്തു, തന്നിലെ താൻ, അത് നിങ്ങൾക്ക് കരുതലാമലകം പോലെ കിട്ടിയിരിക്കുകയാണ്. എന്താ കരുതലാമലകം? ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. എന്താ? മോക്ഷം, ആത്മസാക്ഷാത്കാരം. ഇനി ഒരിടവും പോയി കാത്തു നിൽക്കേണ്ട. ചാമി ആത്മസാക്ഷാത്കാരം വേണമെന്ന് പറഞ്ഞ് ഒരിടവും പോയി നിൽക്കേണ്ട. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന വസ്തുവിനെ തിരിച്ചറിഞ്ഞ് ഞാൻ അതാണ് എന്ന് ബോധിച്ച് ആരാണോ ഈ ശരീരത്തിൽ അതുമയമായിട്ട് തൻ്റെ ശ്രദ്ധയെ നിലനിർത്തുന്നത്, അതാണ് സാക്ഷാത്കാരത്തിനുള്ള ഒരേ ഒരു മാർഗം. ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. വേറെ ഉണ്ടെങ്കിൽ പറയാം. ഇത് ഒരു മാർഗമാണ്. വേറെ ഏതെങ്കിലും മാർഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇതൊരു മാർഗമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അടിച്ചു പറയുന്നു, ഇത് ഒരു മാർഗം. വേറെ നല്ല മാർഗങ്ങൾ, ഇതിനേക്കാളും നല്ല മാർഗങ്ങൾ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ആയിക്കോളൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ മോക്ഷം കിട്ടുന്ന മാർഗമായിരിക്കണം. പിന്നെ ജനിക്കാൻ ഇടയാകരുത്. ഇത് പിന്നെ ജനിക്കുകയില്ല. ഇത്
ആരുടെയെങ്കിലും അനുവാദത്തോടുകൂടി നേടേണ്ടതായിട്ടുള്ളതല്ല, ആരുടെയെങ്കിലും ദാക്ഷിണ്യത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതായിട്ടില്ല. തൻ്റെ അവകാശമാണ്, ഓരോരുത്തരുടെയും അവകാശമാണ്. അത് ഫലപ്രാപ്തിയിലെത്താതെയാണ് ഈ ശരീരത്തിൽ നിന്ന് വിട പറയേണ്ടി വരുന്നത് എങ്കിൽ വീണ്ടും ജനിമൃതികളിലൂടെ വീണ്ടും കടന്നു പോകേണ്ടി വരും. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി, ജഡരേ ശയനം. ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ ഉള്ള മാർഗമാണ് ഇത്. ഇനി ഒരു ഗർഭപാത്രത്തിലേക്കുള്ള പ്രവേശനം ഇല്ല. ഫുൾ സ്റ്റോപ്പ് ഇടും. അതാണ് ആത്മസാക്ഷാത്കാരം. അതിനു വേണ്ടിയാണ് ഈ ആളുകളൊക്കെ ശരീരം വെടിയുന്നത്, ലൗകികം ഉപേക്ഷിക്കുന്നത്, ആ മാർഗത്തിന് വേണ്ടി നിരന്തരമായ സാധനകൾ അനുഷ്ഠിക്കുന്നത്. കഠിനമായ സാധനകളൊക്കെ അനുഷ്ഠിക്കുന്നവർക്ക് ഈ മാർഗം എന്താണ്? ശരീരാഭിമാനത്തോടുകൂടി ശരീരത്തെ എത്രമാത്രം പീഡിപ്പിച്ചാൽ ആ മാർഗം, ആ വസ്തുവിനെ കിട്ടുമെന്ന് പറഞ്ഞ് ശരീരത്തെ മുഴുവനും അടിച്ച് പൊളിച്ച് കളയുന്ന ആളുകളൊക്കെ ഉണ്ട്. മുള്ളിൻ്റെ പുറത്ത് കിടക്കുക, തൊടലുകൊണ്ട്, അഗ്നിയിലിട്ട് പഴിപ്പിച്ച തൊടലുകൊണ്ട് ശരീരത്തെ അടിക്കുക. ഇതൊക്കെ ശരീരത്തെ പീഡിപ്പിച്ചാൽ ആത്മസാക്ഷാത്കാരം കിട്ടും എന്ന തെറ്റിദ്ധാരണ, അറിവില്ലായ്മ. അങ്ങനെയൊന്നും ആത്മസാക്ഷാത്കാരം കിട്ടുകയില്ല. ആത്മസാക്ഷാത്കാരം കിട്ടുന്നതിനുള്ള ഒരേ ഒരു മാർഗമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സുഗമമായ മാർഗം, ലളിതമായ മാർഗം. അത് നിങ്ങളുടെ കൈകളിലിരിക്കുകയാണ്. അതാണ് ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ, കരുതലാമലകം പോലെ ഇരിക്കുകയാണ്. അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ട ചുമതല നിങ്ങൾക്കുള്ളതാണ്. ആവശ്യമുണ്ടെങ്കിൽ, ഇനി ജന്മമില്ലാത്ത നില നിങ്ങൾ കാക്ഷിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പ്രാപിക്കാൻ സാധിക്കും. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ആ സാക്ഷി ചൈതന്യത്തെക്കുറിച്ച് സർവസാരോപനിഷത്ത് യജുർവേദത്തിൽ പറയുന്ന ഒരു മന്ത്രം നമ്മളിവിടെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അവസ്ഥാത്രയ ഭാവാഭാവ സാക്ഷി. നമ്മുടെ ഇപ്പോഴുള്ളത് അതാണ്, ജാഗ്രതാദിത്രയം. അതുകൊണ്ട് ആ മന്ത്രം ഓർമ്മിപ്പിക്കുകയാണ്. അവസ്ഥാത്രയം, അവസ്ഥാത്രയ ഭാവാഭാവ സാക്ഷി, സ്വയം ഭാവരഹിതം നൈരന്തര്യം ചൈതന്യം യഥാ സദാ തുരീയം ചൈതന്യമിത്യുച്യതേ. എപ്പോഴും നാലാമത്തെ അവസ്ഥയായിട്ടിരിക്കുന്ന ആ ചൈതന്യം, എപ്പോഴും എപ്പോഴും തുരീയം ചൈതന്യം. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയം. മൂന്ന് അവസ്ഥകളെക്കുറിച്ചാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞത്. ജാഗ്രതാദിത്രയം യസ്മിൻ പ്രത്യേകാത്മനി സത്യവത് സ ഏവാഹം. ഏതൊരു സത്യവസ്തുവിലാണോ ഈ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളൊക്കെ ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ വസ്തുവാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. സ ഏവാഹം, അതാണ് ഞാൻ. എന്താണത്? പരബ്രഹ്മം. സ ഏവാഹം പരബ്രഹ്മ. അത് ജാഗ്രതാദി വിലക്ഷണ. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾക്ക് വിലക്ഷണമായിട്ടുള്ളത്, അന്യമായിട്ടുള്ളത് ആ വസ്തുവാണ് തന്നിലെ താൻ. തന്നിലെ ഞാനിലാണ് ഈ ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും ഒക്കെ ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് തന്നിലെ ഞാനിൽ നിന്ന് ആരാണോ തൻ്റെ ശ്രദ്ധയെ പിൻവലിക്കുന്നത്, ആ ആളിൻ്റെ പാട്ടാണ് നിങ്ങൾ ഇവിടെ ആദ്യം കേട്ടുകൊണ്ടിരുന്നത്. എനിക്ക് വീടില്ല, കൂടില്ല, മക്കളില്ല, ആരുമില്ല. എന്തുകൊണ്ട്? എന്നിൽ ഞാനില്ല. ഞാൻ എന്നിൽ ഞാനായിട്ടല്ല ഇരിക്കുന്നത്, പിന്നെ ഞാൻ എന്നിൽ താനായിട്ടിരിക്കുന്നു, ആ ബ്രഹ്മമായിട്ടിരിക്കുന്നു, ആ സർവേശ്വര ചൈതന്യമായിട്ടിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അവസ്ഥാത്രയ ഭാവാഭാവ സാക്ഷി സ്വയം ഭാവരഹിതം. ആ ചൈതന്യത്തിന് യാതൊരു ഭാവങ്ങളുമില്ല.
അവസ്ഥാത്രയങ്ങളില്ല, ദേഹത്രയങ്ങളില്ല, ഒന്നുമില്ല. ദേഹത്രയങ്ങളല്ല, ത്രയം, ദേഹത്രയമില്ല. നൈരന്തര്യം ചൈതന്യം, സദാ നിരന്തരമായിട്ട് പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യത്തെക്കുറിച്ച് എപ്പോഴാണോ ഒരാളിൻ്റെ ശ്രദ്ധ ഉണരുന്നത്, അതാണ് തുരീയം ചൈതന്യം. നാലാമത്തേതായിട്ടുള്ള 3 അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞു: ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. നാലാമത്തേത് തുരീയം ചൈതന്യം. ആ തുരീയം ചൈതന്യം സർവമാറ്റങ്ങൾക്ക് നടുവിൽ യാതൊരു മാറ്റവുമില്ലാതിരിക്കുന്ന തന്നിലെ താൻ. ഏതൊരാളിൻ്റെ ശ്രദ്ധയാണോ അതിലേക്ക് ഉണർന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സർവകർമ്മങ്ങളിലും വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ കർമ്മങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതൊരു ചൈതന്യത്തിലാണോ ഈ ഞാൻ പ്രകാശിച്ചു നിൽക്കുന്നത്, ആ ചൈതന്യമാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ബോധം ആരിലാണോ നിരന്തരമായിട്ട് സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നത്, നിരന്തരമായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്, ആരാണോ അതിനെക്കുറിച്ച് നിരന്തരം വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ തന്നെ ആരാണോ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്, അതുമയമായിട്ട് ആരാണോ ഈ ശരീരത്തിൽ സദാ നിലനിൽക്കുന്നത്, അതാണ് ജന്മമില്ലാത്ത നിലയിലേക്കുള്ള മാർഗം. അങ്ങനെ ആരാണോ സദാസമയവും നിലനിൽക്കുന്നത്, അയാൾ മരിക്കുന്ന അവസരത്തിൽ ആ നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതാണ് ജന്മമില്ലാത്തതിന് കാരണം. ആ മരണമില്ലാത്ത വസ്തുവായിട്ട് അയാൾ നിൽക്കുന്നു. മരിക്കുന്ന സമയത്ത് അയാളുടെ ശ്രദ്ധ ആ മരണമില്ലാത്ത വസ്തുവുമായിട്ട് യോജിച്ചു നിൽക്കുന്നു. ആ മരണമില്ലാത്ത വസ്തുവുമായിട്ട് യോജിച്ചു നിൽക്കണമെങ്കിൽ സദാ ശീലമുണ്ടായിരിക്കണം, സദാ വൃത്തിയുണ്ടായിരിക്കണം, സദാ ഭാവമുണ്ടായിരിക്കണം. യദ്ഭാവോ തദ്ഭവതു, വിചാരബിന്ദു ഉപനിഷത്ത് പറയുന്നു. ശരീരമാത്മാനം മന്യമാനഃ ശരീരാത്മാ ഭവസി. ഈ ശരീരമാണ് ഞാനെന്നുള്ള ഭാവത്തിലാണ് നിങ്ങൾ കഴിയുന്നത് എങ്കിൽ ശരീരാത്മാവായിട്ട് തന്നെ അധപ്പതിക്കും. സച്ചിദാനന്ദ സ്വരൂപ അഹം ഇതി മന്യമാനഃ. ആ സച്ചിദാനന്ദ സ്വരൂപം, സത് ചിത് ആനന്ദം, ആ വസ്തു, തന്നിലെ താൻ, ആ ബ്രഹ്മം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധത്തിലേക്ക് ആരുടെ ശ്രദ്ധയാണോ ഉണർവോടുകൂടിയിരിക്കുന്നത്, അതിൽ ആരുടെ ശ്രദ്ധയാണോ സദാ യോജിച്ചിരിക്കുന്നത്, അവർ മരണസമയത്ത് ആത്തുമയമായിത്തീരുന്നു, ആത്തായിത്തീരുന്നു, മരണമില്ലാത്ത വസ്തുവായിത്തീരുന്നു, അമൃതത്വത്തിലേക്ക് ഉയരുന്നു. അതാണ് ആത്മസാക്ഷാത്കാരം. ആർക്കുമാകാം, ആർക്കും ചുമ്മാ കിട്ടുന്നതാണ്. പക്ഷേ അതിനെക്കുറിച്ച് ബോധവാനായി ആ നിലയെ തന്നെ നാം നിരന്തര വിചാരത്തിലൂടെ ആർജിച്ചെടുക്കണം. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതാണ്. അത് ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രയാസവുമില്ല. ഇല്ലാത്ത ഒരു വസ്തുവിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് കളയലും ഒക്കെ വേണ്ടത്. ഇവിടെ ഒന്നും വേണ്ട. നിങ്ങളിൽ ഉണ്ടായിട്ടും നിങ്ങൾ അറിയാതിരിക്കുന്നു. നിങ്ങളുടെ സ്വരൂപം അതാണ്. സ്വയം ഡിക്ലെയർ ചെയ്താൽ മാത്രം മതി. ഐ എം ദാറ്റ്. തീർന്നു. ഉറച്ച പറച്ചിലായിരിക്കണം, ഇളകാത്ത പറച്ചിലായിരിക്കണം. ഐ എം ദാറ്റ്, നോട്ട് ദിസ്. ഈ കുട്ടപ്പനല്ല ഞാൻ, ഈ ദുർഗാനന്ദ സരസ്വതി അല്ല ഞാൻ. നാമരൂപരഹിതമായ ആ ചൈതന്യ സ്വരൂപം എന്ന ഭാവത്തിൽ ദുർഗാനന്ദ സരസ്വതി നിൽക്കുന്നില്ലെങ്കിൽ ദുർഗാനന്ദ സരസ്വതിക്കും സാക്ഷാത്കാരമില്ല. ദുർഗാനന്ദ സരസ്വതിക്കും സാക്ഷാത്കാരം വേണമെന്നുണ്ടെങ്കിൽ ആ നാമരൂപരഹിതമായ വസ്തുവാണ് താനെന്ന് അതാണ് നിങ്ങളോട് പറഞ്ഞത്.
ശങ്കരാചാര്യസ്വാമികൾ ഏത് നിലയിലേക്ക് ഉയർന്ന് സാക്ഷാത്കാരം നേടിയിട്ടുണ്ടോ ആ നിലയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്താം. ശങ്കരാചാര്യസ്വാമികൾ ഏത് നിലയിലാണ് എത്തിയത്? നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നിലയിൽ, എന്നിലെ താനിൽ, ശങ്കരാചാര്യസ്വാമികളിലെ താനിൽ, ശങ്കരാചാര്യസ്വാമികളിലെ ഞാൻ, ശങ്കരാചാര്യസ്വാമികൾ എന്നുള്ള നാമരൂപാഭിമാനി. ശങ്കരാചാര്യസ്വാമികളിലെ താൻ നാമരൂപരഹിതമായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ താൻ തന്നെയാണ് ശങ്കരാചാര്യസ്വാമികളുടെയും ഉള്ളിലിരിക്കുന്നത്. ശങ്കരാചാര്യസ്വാമികൾ ഞാൻ അതാണെന്ന് ബോധിച്ച് അതുമയമായിട്ട് നിന്നു. ആ ശരീരത്തിൽ ജീവിക്കാനുള്ള സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതുമയമായി തീർന്നു. ഇവിടെ കേദാർനാഥിൽ വെച്ചാണ് ശരീരം വെടിഞ്ഞത്. ആ പർവ്വതത്തിലേക്ക് കയറിപ്പോയി, ശരീരത്തെ കളഞ്ഞു. മതി മതി. ശ്രീരാമചന്ദ്രൻ സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോയി. മതി, ശരീരത്തെ ഉപേക്ഷിച്ചു. അതൊക്കെ ധീരതയാണ്. അത് നടക്കണമെങ്കിൽ ആയുസ് തീർന്നിരിക്കുമ്പോഴാണ് ആ ധീരമായ തീരുമാനമെടുക്കാനുള്ള സന്നദ്ധത ഓരോരുത്തർക്കും കൈവരുന്നത്. ചുമ്മാ പറ്റില്ല. സമയം, കാലം ശരിയാകണം, ആയുസ് അവസാനിക്കണം. അപ്പോഴേ ആ തീരുമാനമെടുക്കാനുള്ള അവസരം കിട്ടുകയുള്ളൂ. അവിടെ കേദാർനാഥിൽ ഒരു വലിയ മതിൽ കെട്ടി ഒരു കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ ആ മലയിലേക്ക്, ഐസിലേക്ക് കയറിപ്പോയത്, മഞ്ഞുമലയിലേക്ക് കയറിപ്പോയ ആ ഭാഗം ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു വലിയ ചുമര് കെട്ടി ഒരു ചൂണ്ടുവിരൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ ഭാഗത്തെ. ഞങ്ങളവിടെ താമസിക്കാൻ പോയപ്പോൾ ഒരിക്കൽ കേദാർനാഥിൽ ഒരു മുറി തന്നു. ആ മുറി എടുത്ത് അങ്ങോട്ട് ചെന്ന് കട്ടിൽ ഒരു അടി അടിച്ചു നോക്കിയപ്പോൾ ഭയങ്കര പൊടി എന്ന് പറഞ്ഞാൽ അഴിക്കടഞ്ഞ് കിടക്കുന്ന പൊടി. ദേഷ്യം വന്ന് മുതലാളി എടുത്ത് എന്ന് പറഞ്ഞ് താക്കോലും കൊടുത്തിട്ട് ആ മുറി വേണ്ട, വേറൊരു മുറി വേണമെന്ന് പറഞ്ഞ് വേറൊരു മുറി എടുത്തു. ആദ്യത്തെ മുറി ഭൂമിക്കടിയിലുള്ള താഴത്തെ നിലയിൽ ആയിരുന്നു, നല്ല സുഖമായിരുന്നു. രണ്ടാമത്തെ മുറി തന്നത് ഗ്ലാസ് ഇട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മുറി, മൊത്തം ഗ്ലാസ്. പെടച്ചുപോയി, അവിടെ പെടച്ചുപോയി, തണുത്ത് പെടച്ചുപോയി. ചോദിച്ചു വാങ്ങിച്ചു. ആദ്യത്തേത് സുന്ദരമായിരുന്നു, നല്ല ചൂടുള്ള മുറിയായിരുന്നു. അപ്പോൾ അതൊക്കെ അഹങ്കാരം കൊണ്ട് പറ്റുന്നതാണ്. പ്രകൃതിദത്തമായിട്ട് നല്ലത് കിട്ടിയത്, തണുപ്പുള്ള സ്ഥലം കിട്ടിയപ്പോൾ അത് പോരാ എന്ന് പറഞ്ഞു. അപ്പോൾ അത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. നമുക്ക് കിട്ടിയതൊന്നും പോരല്ലോ, ഒന്നും പോരാ. കൂടുതൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടം എല്ലാം എപ്പോഴാണ് നിൽക്കുന്നത്? തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് ഉണർവുണ്ടാകുന്ന അവസരത്തിൽ. കാശിയിലോ കേദാർനാഥിലോ പോയാലൊന്നും മോക്ഷം കിട്ടുകയില്ല. ഒരു സ്ഥലത്ത് പോയാലും മോക്ഷം കിട്ടുകയില്ല. ഒരു സ്ഥലത്ത് പോയാലും മോക്ഷം കിട്ടുകയില്ല. മോക്ഷം നിങ്ങളിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. തന്നിലെ താനിൽ നിന്ന് മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ. ആരാണോ തന്നിലെ ഞാനിൽ നിന്ന് മോചിപ്പിച്ച് തന്നിലെ താനിൽ ഉറപ്പിക്കുന്നത്, അതാണ് മോക്ഷനില. ആർക്കുമാകാം. ഒരുത്തരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കണ്ട. ഈ അറിവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഇതിനെ പാഴാക്കി കളയാതെ ഈ ജന്മത്തിൽ ഇനി ജന്മം ഇല്ലാത്ത നില ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നിലെ തന്നെക്കുറിച്ച് ബോധവാനായി നിരന്തര വിചാരത്തിലൂടെ ഈ ശരീരത്തിൽ അതായിട്ടിരിക്കുക, അതുമയമായിട്ടിരിക്കുക.
അതിനെന്താ തടസ്സം? അതിന് ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട, കുടുംബം കളയണ്ട, ഉദ്യോഗം കളയണ്ട, ബി വിത്ത് എവ്രിതിങ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിലെ താനിൽ സ്ഥാപിച്ച്, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട കാര്യമാണ്. അവരവരുടെ ഉള്ളിൽ ഭർത്താവിൻ്റെ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കേണ്ട, ആരും തരില്ല. എല്ലാവരും സ്വാർത്ഥമതികളാണ്. ഭർത്താവ് വിചാരിക്കാം അവൾ ഭാര്യ സാക്ഷാത്കാരം നേടാൻ പോയാൽ തൻ്റെ കാര്യം വെള്ളത്തിലാകുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നതുകൊണ്ട് അനുവാദമൊന്നും തരില്ല. അതുകൊണ്ട് ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ മക്കളുടെയോ ഒന്നും അനുവാദത്തിന് ശ്രമിക്കരുത്. ഇത് നിങ്ങൾക്ക് ബോധിക്കുന്നുണ്ടെങ്കിൽ, ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്വയം നിങ്ങളെ സംരക്ഷിക്കുക. ഏതിൽ നിന്നാണ് സംരക്ഷിക്കേണ്ടത്? ജനിമൃതികളിൽ നിന്ന്. ജനിക്കുക മരിക്കുക എന്ന് പറയുന്ന ആ കർമ്മത്തിൽ നിന്ന് നിങ്ങളെ സ്വയം രക്ഷിക്കാനുള്ള മാർഗമാണ് ആത്മസാക്ഷാത്കാരം. അത് വളരെ നിസ്സാരമായിട്ട് നേടാവുന്നതാണ്, എല്ലാവർക്കും പ്രാപ്യമാണ്. ഏതൊന്നിനെ പ്രാപിക്കേണ്ടതായിട്ടുണ്ടോ അത് ഓരോരുത്തരുടെയും ഉള്ളിൽ നിത്യപ്രാപ്തമായിട്ടിരിക്കുകയാണ്. അത് പ്രാപിക്കേണ്ടതായിട്ടുള്ളതേ അല്ല. ഞാൻ ഇനി എന്ത് ചെയ്താലാണ് അതിനെ പ്രാപിക്കാൻ കഴിയുന്നത്? അത് നിത്യപ്രാപ്തമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുകയാണ്. കേട്ട് കേട്ട് അറിഞ്ഞറിഞ്ഞ് സ്വയം ബോധിച്ച് ഞാൻ അതാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ആത്മാ തു സതതം പ്രാപ്തഃ അപി അപ്രാപ്തവത് അവിദ്യയ. അവിദ്യ കാരണം, അറിവില്ലായ്മ കാരണം, അജ്ഞാനം കാരണം അത് പ്രാപിക്കപ്പെടാത്തതുപോലെ ഇരിക്കുന്നു എന്ന് കരുതി അത് പ്രാപിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ നാട് നീളെ നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലേ? ഒരുപാട് സന്യാസിമാരൊക്കെ ഇങ്ങനെ നാട് നീളം നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അറിവില്ലായ്മ, അത് അറിവില്ലായ്മ കാരണമാണ്. ഈ അറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ എങ്ങും പോകേണ്ട കാര്യമില്ല. ഈവൻ സന്യാസിയാകേണ്ട കാര്യം പോലുമില്ല. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സർവ്വ ആളുകൾക്കും ശങ്കരാചാര്യസ്വാമികൾ ഏത് നിലയെ പ്രാപിച്ചുവോ ആ നിലയെ പ്രാപിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെന്താ? ഇത് ഉറപ്പാണോ? ഉറപ്പ്, 100% ഉറപ്പ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് സംശയരഹിതമായിട്ട് ബോധിച്ചിട്ടില്ലേ? ബോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യവും സത്യമാണ്. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ആ ആത്മചൈതന്യത്തെക്കുറിച്ച് കൈവല്യോപനിഷത്തിൽ പറയുന്ന ഒരു മന്ത്രം കൂടെ പറയാം. നേരത്തെ പറഞ്ഞത് സർവസാരോപനിഷത്ത്, അവസ്ഥാത്രയ ഭാവാഭാവസാക്ഷി, സ്വയം ഭാവരഹിതം, നൈരന്തര്യം ചൈതന്യം, യഥാ സദാ തുരീയം ചൈതന്യമിത്യുച്യതേ. കൈവല്യോപനിഷത്തിൽ പറയുന്ന മന്ത്രം ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യാദി പ്രപഞ്ചം യത് പ്രകാശതേ തത് ബ്രഹ്മ അഹം ഇതി ജ്ഞാത്വാ സർവബന്ധൈ പ്രമുച്യതേ. സർവബന്ധങ്ങളിൽ നിന്നും സർവബന്ധനങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനുള്ള മാർഗമെന്താണ്? ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യാദി പ്രപഞ്ചം യത് പ്രകാശതേ. ഏതൊന്നാണോ ഈ ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യാദി പ്രപഞ്ചങ്ങളെ പ്രകാശിപ്പിക്കുന്നത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇതെല്ലാം നിങ്ങൾ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യാദി പ്രപഞ്ചം യത് പ്രകാശതേ തത് ബ്രഹ്മ
അതാണ് ബ്രഹ്മം. അഹം ഇതി, അതാണ് ഞാൻ. തത് ബ്രഹ്മ അഹം ഇതി ജ്ഞാത്വ, അറിഞ്ഞാൽ എന്താ ഫലം? സർവബന്ധൈ പ്രമുച്യതേ, സർവബന്ധനങ്ങളിൽ നിന്നും മോചനം നേടുന്നു. എന്താ അർത്ഥം? ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്, ഐ എം ദാറ്റ്. അതാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യാദി പ്രപഞ്ചം യത് പ്രകാശതേ തത് ബ്രഹ്മാഹം ഇതി ജ്ഞാത്വ സർവബന്ധൈ പ്രമുച്യതേ, സർവബന്ധങ്ങളിൽ നിന്നും മോചനം നേടുന്നു. എന്ത് കർമ്മമാണ് ഇവിടെ ആവശ്യം? വേണ്ടതെന്താ? അറിവ്. ആ അറിവാണ്. ഈ ഏത് വസ്തുവിനെയാണോ നേടേണ്ടതായിട്ടുള്ളത് ആ വസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതായിട്ടുള്ള ഉണ്മ, ഉള്ള വസ്തു, ആ ബ്രഹ്മം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ അറിവ് നിലയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റണം. അതാണ് പറഞ്ഞത്, യദ്ഭാവോ തദ്ഭവതു. ഏത് ഭാവമാണോ നിങ്ങൾക്കുള്ളത്, ജീവഭാവമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾ ജീവാത്മാവായിട്ടിരിക്കും. ആ സച്ചിദാനന്ദ ഭാവം, ആ ബ്രഹ്മഭാവമാണ് നിങ്ങളിലുള്ളത് എങ്കിൽ നിങ്ങൾ ബ്രഹ്മമായിട്ടിരിക്കും. മൂന്നവസ്ഥകൾക്കും അപ്പുറമുള്ള തുരീയാവസ്ഥ. ഇതിനെ അതാണ് നേരത്തെ പറഞ്ഞ വിദ്യാരണ്യ സ്വാമികൾ പറഞ്ഞത്, ആ മുഞ്ചപ്പുല്ലിൽ നിന്ന് അതിൻ്റെ ഇളം നാമ്പിനെ വേർതിരിച്ചെടുക്കുന്നത് പോലെ നമ്മിലെ ആ ആത്മചൈതന്യം ഈ ശരീരത്രയവുമായിട്ടും അവസ്ഥാത്രയമായിട്ടും യോജിച്ച് കൂടിക്കുഴഞ്ഞിരിക്കുകയാണ്. അതിനെ വേർതിരിച്ചെടുക്കണം. യഥാ മുഞ്ചാദിഷീകൈവം ആത്മായുക്തിയ സമുദ്രത, ആ ആത്മസ്വരൂപമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, അതാണ് താൻ എന്ന് ബോധിച്ച് അതിനെ ഈ ശരീരത്രയത്തിൽ നിന്നും അവസ്ഥാത്രയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കണം. ഇത് അറിവിലൂടെയാണ് ഓരോരുത്തർക്കും നേടാൻ കഴിയുന്നത്. വേറെ യാതൊരു മാർഗവുമില്ല. ആത്മാവിനെക്കുറിച്ച് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത് നിങ്ങൾക്കറിയാം. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ. ഏതാ ആത്മാവ്? തന്നിലെ താൻ. ഏതിനെക്കുറിച്ചാണോ നമ്മൾ ഇതുവരെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ആത്മചൈതന്യത്തെക്കുറിച്ച് ശങ്കരാചാര്യസ്വാമികൾ തത്വബോധത്തിൽ പറയുന്നത് എന്താണ്? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത. പഞ്ചകോശങ്ങൾ, അന്നമയകോശം, മനോമയകോശം, പ്രാണമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. ഈ പഞ്ചകോശങ്ങളിൽ നിന്നും അന്യമായിട്ടുള്ളത്, അതീതമായിട്ടുള്ളത്. അവസ്ഥാത്രയ സാക്ഷി ഏതാ? ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകൾ. അതാണ് ഇവിടെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ജാഗ്രതാദിസ്ത്രയം യസ്മിൻ പ്രത്യേകാത്മനി സത്യവത്. ഈ അവസ്ഥാത്രയങ്ങൾക്കും സാക്ഷിയായിരിക്കുന്നു ആര്? തന്നിലെ താൻ, തൻ്റെ യഥാർത്ഥ സ്വരൂപം, നിങ്ങളുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വരൂപം, നിങ്ങളിലെ താൻ, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ സാക്ഷി ചൈതന്യം തിഷ്ഠതി സ ആത്മ. ഏതൊന്നാണോ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതായിട്ടുള്ളത് അതാണ് ആത്മചൈതന്യം, തന്നിലെ താൻ. ഇനി മരണാവസ്ഥയെക്കുറിച്ച് പൈങ്കലോപനിഷത്തിൽ പറയുന്ന ഒരു മന്ത്രം കൂടെ പറഞ്ഞേക്കാം. മരണാവസ്ഥ ജാഗ്രത് സ്വപ്ന സുഷുപ്തി മൂർച്ഛാവസ്ഥാനാം അന്യ. ഇതും അവസ്ഥകളാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്തി, നമ്മൾ അവസ്ഥാത്രയത്തെക്കുറിച്ച് പറയുകയാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്തി മൂർച്ഛ അവസ്ഥാനാം അന്യ ആ ബ്രഹ്മസ്തംഭ പര്യന്തം സർവജീവ ഭയപ്രദ മരണാവസ്ഥ ഭവതി. എല്ലാവരെയും ഭയപ്പെടുത്തുന്ന, ഇതിനൊക്കെ അന്യമായിട്ടുള്ള ആ സ്ഥൂലദേഹ വിസർജനി, നിങ്ങളുടെ ഈ സ്ഥൂല ശരീരത്തെ കളയുന്ന അവസ്ഥയാണ് മരണാവസ്ഥ. ആ അവസ്ഥ ഓരോരുത്തർക്കും വരാനിരിക്കുന്നതാണ്. അത് വരുന്നതിന് മുൻപ് ഇവിടെ കേട്ട കാര്യങ്ങൾ നിങ്ങളിൽ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ
നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഇല്ല, എനിക്ക് കാണാൻ നോക്കില്ല. കാരണം എന്താ? ഇനി ജന്മമില്ല എന്ന ഉറപ്പിലാണ് ജീവിക്കുന്നത്. കാരണം എന്താ? ഐ എം ദാറ്റ്. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ